പാടാത്ത പൈങ്കിളിയിലെ ദേവ സൂരജിനെ തങ്ങളുടെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് മലയാളികൾ ഏറ്റെടുത്തത്. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഞാൻ നോക്കുമ്പോൾ 2-3 കുട്ടികൾ വളരെ കൗതുകത്തോടുകൂടി സൂരജിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. സീരിയലിൽ അഭിനയിച്ചു. അവിടെ നിന്ന് മൃദുഭാവി ദൃഢകൃതി എന്ന സിനിമയുടെ നായക സ്ഥാനത്തേക്ക് എത്തിയ ഈ മിടുക്കൻ അദ്ദേഹം അന്ന് തൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ച വാചകം വളരെ ശ്രദ്ധേയമാണ്. എല്ലാം അവസാനിച്ചു, എന്നിടത്ത് നിന്ന് എല്ലാം തുടങ്ങുകയാണ് എന്നാണ് നായക വേഷം കിട്ടിയപ്പോൾ സൂരജ് സോഷ്യൽ മീഡിയയിൽ. ഈ നമ്മുടെ ഫ്ലൈവേസ് വിഷയിൽ നിന്ന് അദ്ദേഹത്തിനൊരു കുതിച്ചുചാട്ടം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പ്രത്യേക ഭാഷത്തിനായി ആദരപൂർവ്വം ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ വരുമ്പോൾ എൻ്റെ മനസ്സിൽ 1-2 വാക്കുകൾ പറഞ്ഞ് മെല്ലെ ഇവിടുന്ന് പോകണം, എങ്ങനെ ചെറിയൊരു പ്രസംഗം കാച്ചണമെന്നായിരുന്നു. പക്ഷേ ഇവിടെ വന്നിരുന്ന് ഏറെ ഞാൻ ബഹുമാനിക്കുന്ന ഇവരുടെയൊക്കെ വായിൽ നിന്ന് കിട്ടുന്ന വാക്കുകളും ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്ന് മനസ്സ് തുറക്കാൻ ഈ വേദി ഉപയോഗിക്കാമെന്ന് തോന്നി. എൻ്റെത് അധിക പ്രസംഗമാണെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കണം. എൻ്റെ സൗണ്ട് ഒന്ന് അടഞ്ഞു പോയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് എന്നോട് പലരും പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ ഇരക്കാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഇപ്പം വായിച്ചില്ലേ, എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയ ആ ഒരു നിമിഷത്തിൽ നിന്നാണ് എൻ്റെ തുടക്കം എന്ന് ഞാൻ പറഞ്ഞതിന് കാര്യമുണ്ട്. എൻ്റെ ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ട്. അപ്പം ഞാൻ ആ വിഷമം നിങ്ങളുടെ എല്ലാവരും പെർമിഷനോട് ഞാൻ തുറക്കുകയാണ്. കാരണം ആരും ഇങ്ങനെ പ്രസംഗിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്കിവിടെ അത് തുറന്ന് പറയണമെന്നുണ്ട്. ഞാൻ എൻ്റെ മനസ്സൊന്ന് തുറക്കാം. എനിക്ക് അറിയില്ല, എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയില്ല. എൻ്റെ ഭാഗത്ത് എന്താ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്കിവിടെ അത് തുറക്കാൻ എൻ്റെ മനസ്സ് അങ്ങനെ ഒരു ഫീല് തോന്നി. കാരണം എനിക്ക് അങ്ങനെ എന്നെ ഇപ്പോൾ ഇവിടുന്ന് പ്രസംഗിച്ച ഓരോരുത്തർ എൻ്റെ പേരെടുത്ത് പറയുമ്പോൾ എനിക്ക് കിട്ടിയൊരു സന്തോഷമുണ്ട്. പല വേദിയിലും എനിക്ക് കിട്ടാത്തൊരു സന്തോഷം. കാരണം ഒരു ചെറിയൊരു കാര്യം ഞാൻ പറയാം. ജയന്തേട്ടനോട് എനിക്ക് വലിയൊരു നന്ദി പറയാനുണ്ട്. കാരണം ഞാൻ സീരിയലിൽ ആദ്യമായിട്ട് വരുമ്പോൾ എനിക്ക് വന്ന കോള്, ഒരു ഇനോഗ്രേഷൻ ഉണ്ട്, സൂരജ് എന്ന് പറഞ്ഞ ജയന്തേട്ടനാണ് എന്നെ വിളിക്കുന്നത്. എൻ്റെ ഇനോഗ്രേഷൻ ഈ മാഹിയിലായിരുന്നു. അല്ലേ ജയന്തേട്ടാ? അതെ, അത് നിങ്ങൾ ആദ്യം മനസ്സിലായി. അപ്പം സാറ് പറഞ്ഞ പോലെ ഇതുവഴി പോകുമ്പോൾ പണ്ട് ആദ്യമായി കയറിയ വേദി എന്ന് പറഞ്ഞല്ലോ, ഞാൻ നായകനായിട്ട് എൻ്റെ ഒരുപാട് വർഷത്തെ ഏറ്റവും വലിയ സ്വപ്നമായ സിനിമ, ഞാൻ നായക വേഷത്തിൽ ഇപ്പം പല തിയേറ്ററുകളിലും പടം കളിച്ചുകൊണ്ടിരിക്കുക. ഫെബ്രുവരി 2-ാം തീയതി റിലീസായി. എൻ്റെ ആദ്യത്തെ വേദിയാണിത്. ഞാൻ ആദ്യമായി സ്റ്റേജിൽ കയറുന്നത് ഇവിടെയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കണം, എൻ്റെ പാടാത്ത പൈങ്കിളി എന്ന സീരിയലിൽ ഞാൻ വരുമ്പോഴും ഞാൻ ആദ്യമായി കാലുകുത്തിയ ഇനോഗ്രേറ്റ് ചെയ്ത കട മാഹിയിലാണ്. എൻ്റെ സിനിമ റിലീസ് ചെയ്യുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായി കയറി പ്രസംഗിക്കുന്ന വേദി ഇതാണ്. ഇതിനപ്പുറം ഇനിയിപ്പോൾ നാളെ മുതൽ ഞാൻ പല വേദികളും പോവുമായിരിക്കും. ഇനി എൻ്റെ മനസ്സ് തുറക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ വലിയൊരു ഓട്ടം തന്നെയായിരുന്നു ഈ സിനിമ എന്ന് പറഞ്ഞ ലൈഫ്. എനിക്കറിയാം, മുതിർന്ന പലർക്കും സിനിമയെക്കുറിച്ച് അറിയുന്ന ഒരുപാട് ആൾക്കാരുടെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് വിഷമമുള്ളൊരു അവസ്ഥയായിരുന്നു. ഞാൻ ഒരു സിനിമയിൽ നിന്ന് നായകനായിട്ട് ഒരു വേഷം കിട്ടിയപ്പോൾ ഞാൻ അവിടെ പോയി. പെട്ടെന്ന് നോക്കുമ്പോൾ 25 ദിവസം അവിടെ എന്നെ വെറുതെ ഇട്ട് നടത്തിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അല്ല സൂരജ്, അത് പിന്നെ അങ്ങനെ തന്നെ. അപ്പം എന്നെ ഒഴിവാക്കാൻ ഒരു കാരണമുണ്ട്. ഞാൻ ആ സിനിമയിൽ നിന്ന് തിരിച്ചു പോയി. ഒരു 2-3 വർഷം മുന്നേ സംഭവം. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? അപ്പം എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്തറിയോ? അത് സൂരജ്, നിന്നെ നായകനാക്കി പടം ചെയ്ത് കഴിഞ്ഞാൽ PVR നിന്റെ പോസ്റ്റർ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സീരിയലാണെന്ന് വിചാരിക്കില്ലേ, സിനിമയാണെന്ന് ആരെങ്കിലും വിചാരിക്കുമോ? അപ്പൊ ആരെങ്കിലും സിനിമ കാണാൻ കയറുമോ എന്നാ എന്നോട് ചോദിച്ചേ. അതാണ് അയാൾ പറഞ്ഞത്. അതുകൊണ്ടാണ് നിന്നെ നായകസ്ഥാനത്ത് മാറ്റിയെന്ന് പറഞ്ഞു. അത് കേട്ടാൽ ഞാൻ എന്താ തോന്നുന്നു, എനിക്ക് ഭയങ്കര വിഷമാ തോന്നുന്നു. എന്താ അറിയോ, ഇനി എനിക്കൊരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല ഈശ്വര. അപ്പൊ കഴിഞ്ഞ ദിവസം എന്നോട് ഈ ഇറക്കാൻ പോകുന്നുണ്ടോ എന്ന് ഒരാൾ എന്നെ വിളിച്ചു ചോദിച്ചു. എൻ്റെ കൂട്ടുകാരനാവും, എന്ന് വെച്ചിട്ട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള എൻ്റെ കൂട്ടുകാരനാണ്. അവൻ എന്നാ ഒരു 4-5 വർഷം ശേഷം എന്നെ വിളിച്ചത് എൻ്റെ പോസ്റ്റർ കണ്ടപ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചു, എടാ നീ നിന്റെ വണ്ടി എടുത്തിട്ട് ഈ റോഡ് സൈഡിലും ഈ ബീച്ചിലും പോയി ഇങ്ങനെ പോസ്റ്ററും കെട്ടി ആൾക്കാരോട് സിനിമ കാണാൻ വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് നാണമില്ലേ, നിന്റെ വില നീ കളിയല്ലേ എന്ന്. ഞാൻ പറഞ്ഞത് ഒരു 7-8 കോടി രൂപ ചെലവെഴുതിയിട്ട് വലിയൊരു ബിഗ് ബജറ്റിൽ ചെയ്തൊരു പടമാണ് മൃദുഭാവേ ദൃഢകൃത്യം. ഇതിന്റെ പ്രൊഡ്യൂസർ ഇതുവരെ, അല്ലെങ്കിൽ ഡയറക്ടർ ഷാജൂൺ കാരിയാൽ സർ, മലയാളത്തിന് ഒരുപാട് സിനിമകൾ സമ്മാനിച്ച, വടക്കുനാഥൻ പോലുള്ള സിനിമകൾ സമ്മാനിച്ച അദ്ദേഹവും ഈ നിമിഷം വരെ ഒരു സീരിയൽ നടനായതുകൊണ്ട് നിനക്ക് നായകസ്ഥാനം തരില്ലെന്നോ, ഈ ഇത്രയും കോടികൾ ചെലവാക്കുന്ന പ്രൊഡ്യൂസർ നീ ഒരു സീരിയൽ നടനായതുകൊണ്ട് നിന്നെ നായകനാക്കില്ലെന്നും പറയാത്തത് കൊണ്ട്
എനിക്ക് അവരോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്, എൻ്റെ സിനിമ ആരും കാണണമെന്ന്. അപ്പൊ എനിക്ക് അടുത്ത കോൾ എന്താ അറിയോ? എന്താ, 2-ാം തീയതി റിലീസാണ്, നമുക്ക് നോക്കാം എത്ര പേര് തിയേറ്ററിൽ കയറുന്നു. സത്യം, ഞാൻ അന്ന് ഉറങ്ങിയിട്ടില്ല. ഞാൻ പല സ്ഥലങ്ങളിലും തിരുവനന്തപുരം മുതൽ ഇതായി നമ്മളെ തലശ്ശേരി വരെ, ഞാൻ കാസർഗോഡ് പോയിട്ടില്ല, ഇല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. പല സ്ഥലങ്ങളിലും റോഡ് സൈഡ് അടക്കം ഞാൻ നിന്നിട്ട് എന്ത് ചെയ്തു, ഈ പോസ്റ്ററും പിടിച്ചുകൊണ്ട് ഞാൻ ഇതാ മൃദുഭാവേ ദൃഢഗതി നിങ്ങൾ എല്ലാവരും സിനിമ കാണണം. അപ്പൊ സണ്ണി ലിയോണിന്റെ ഒരു പോസ്റ്റർ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ഒരു കുടുംബത്തിന് കാണാൻ പറ്റിയ സിനിമ ആയിരിക്കില്ല എന്ന് പറഞ്ഞു. അടുത്ത പണി എനിക്ക് കിട്ടി, കുടുംബങ്ങൾ കാര്യമില്ല. കാരണം എന്താ, സണ്ണി ലിയോൺ എന്ന് പറഞ്ഞ ഒരു നടി ഇതിനകത്ത് അഭിനയിക്കുന്നുണ്ട്, ഞാനും സണ്ണി ലിയോണും കൂടി ഒരു പാട്ടുണ്ട്, 1 കോടി ചെലവഴിച്ചൊരു പാട്ടാണ്. എന്തുകൊണ്ടാ, ഒരു സീരിയൽ നടനെ എന്റെ സിനിമ ആൾക്കാർ കാണുമ്പോൾ ഈ സണ്ണി ലിയോണിനെ കണ്ടിട്ട് ഞാൻ കുറച്ച് ആൾക്കാർ കയറുന്നു. അപ്പൊ ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാരോട് പറഞ്ഞു, അത്ര ദാരിദ്ര്യം നമ്മുടെ മലയാളികൾക്ക് ഇല്ല. പക്ഷേ മാർക്കറ്റിങ്ങിന് ഒരു ഇങ്ങനെയുള്ള ഒരു ഫെമിലിയർ ആൾ വേണം, ആ സിനിമ അത് ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞു ഒരു ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റുന്ന പടം ആവാൻ ചാൻസ് ഇല്ല സണ്ണി ലിയോൺ ഉള്ളത് കൊണ്ടെന്ന്. അപ്പൊ അത് അടുത്ത എനിക്കുള്ള ഊഴം എന്താ, ഫാമിലി കയറില്ല. അപ്പൊ ഞാൻ പറയണം എല്ലാവരുടെ അടുത്തും, അയ്യോ സണ്ണി ലിയോൺ ഒരു സോങ്ങിൽ മാത്രമേ ഉള്ളൂ, അതിലൊന്നും ഒരു വൾഗാരിറ്റി ഇല്ല, ചെറിയ കുട്ടികൾക്ക് വരെ കാണാൻ പറ്റിയ ഒരു സിനിമയാണ് ഇത്, നിങ്ങൾ എല്ലാവരും കാണണമെന്ന്. അടുത്ത എൻ്റെ തൊണ്ട പറ്റി ഞാൻ ഓരോരുത്തർക്കും പോയി പറയാണ്. അപ്പൊ ഇത് കണ്ടവരോട് ചോദിക്കുമ്പോൾ എനിക്ക് ഈ ഒറ്റ കാര്യമില്ല, ഞാൻ ഈ വേദിയിൽ തുറന്നു വരാൻ കാരണം എന്ന് വെച്ചാൽ, നടനാവാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രഗിൾ ചെയ്താൽ പറ്റും, പക്ഷേ നിലനിൽപ്പ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ തന്നെ എൻ്റെ പടം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിയേറ്ററിൽ നിന്നുള്ള റിവ്യൂ, അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ആരും പടം കാണാൻ കയറില്ല. എൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ചു, സാറേ എന്താ അവസ്ഥ, ദൈവം സഹായിച്ച് എല്ലാരും കുറ്റപ്പെടുത്തി എൻ്റെ അടുത്ത്, സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല സീരിയൽ നടന്ന്. പക്ഷെ കയറിയത് എൻ്റെ സീരിയൽ വളർത്തിയ പഠന ബാങ്കിൽ സീരിയൽ കണ്ട മലയാളി പ്രേക്ഷകർ കുടുംബങ്ങൾ കയറി, തിയേറ്റർ ഫുള്ളായി, ബുക്കിംഗ് ഫുള്ള് വന്നു. അങ്ങനെ എനിക്ക് വലിയൊരു ഭാഗ്യം ഉണ്ടായി. അതും ഉണ്ടായതായി സീരിയൽ നടനെ കൊണ്ട് തന്നെയാ. ഇപ്പൊ ഈ പറഞ്ഞ എത്ര പേർക്ക് എന്നാ സിനിമ കണ്ടിട്ട്, ആരും എന്നെ സിനിമ കണ്ടിട്ടുണ്ടാവില്ല, ഇനി സിനിമ കണ്ടിട്ട് ആൾക്കാർ അറിയായിരിക്കും. പക്ഷെ പടത പെങ്കിലി സീരിയൽ ദേവേ പലർക്കും അറിയായിരുന്നു. ഇപ്പം പറഞ്ഞ പോലെ ആ സ്നേഹം തന്നെയാണ് എൻ്റെ ഈ സിനിമ ഇപ്പം ഹൗസ്ഫുള്ളാവാൻ കാരണം. ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാണ്, ഇവിടെയും ഞാൻ ഇരക്കുകയാണെന്ന് തന്നെ വിചാരിക്കുക, നിങ്ങളെല്ലാവരും പടം കാണണം. കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് അധ്വാനിച്ച ഒരു സിനിമയാണ് ഈ മൃദുഭാവേ ദൃഢഗതി എന്നുള്ളത്. എനിക്കറിയാം ഒരു കലാകാരൻ വളർന്നു വരാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ വളർന്നു വന്നാൽ അവനെ ആദരിക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒന്നുമല്ലാത്ത സമയത്ത് എന്നെ ആദരിച്ച നാട് തന്നെയാണ് ഇത്, നാട്ടുകാർ തന്നെയാണ് ഇത്. അതുകൊണ്ട് ഇനി അങ്ങോട്ട് എനിക്കൊന്നും പേടിയില്ല എന്ന് തന്നെ വിശ്വസിക്കാം. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും കുടുംബത്തോടെ പോയി എൻ്റെ മൃദുഭാവേ ദൃഢഗതി സിനിമ കാണണം. അല്ലെങ്കിലില്ലേ, പണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സീരിയൽ നടനെ വെച്ച് സിനിമ ചെയ്താൽ കാണില്ലെന്ന്. അത് അവർ പറഞ്ഞ സത്യവും. എന്നെ പോലെ സീരിയലിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിമിലൂടെ ഒരു സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിച്ച ആൾക്കാർക്ക് പിന്നെ അതൊരു വലിയൊരു വാർത്തയാവും, അങ്ങനെ ഒരു സ്ഥിരം വാക്കാവും. സീരിയലിലൂടെയോ ഷോർട്ട് ഫിലിമിലൂടെ വന്ന ആൾക്കാർക്ക് സിനിമയെ കയറാൻ പറ്റില്ല എന്നത്. പക്ഷെ ഞാനൊന്ന് കയറി വന്നാൽ തീർച്ചയായിട്ടും സീരിയൽ ഒരു വിഷയമല്ല എന്നുള്ളത് ആൾക്കാർ പറയും. അതിനുവേണ്ടി സ്ട്രഗിളാണ്. ഇനിയും എൻ്റെ നാട്ടുകാരുടെ മുന്നിൽ എനിക്ക് ഇറക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ പൈസക്കല്ല ഇറക്കുന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ സിനിമ കാണണം, ഞാൻ പെർഫോം ചെയ്ത് നിങ്ങളെ കാണണമെന്ന്. പക്ഷെ എല്ലാവരും ഇന്ന് പറഞ്ഞാൽ ഇന്ന് ഒരുപാട് വലിയ സിനിമകൾ നടക്കുന്നതിൻ്റെ ഇടയിൽ ഏറ്റവും റേറ്റിംഗിൽ നിൽക്കുന്നത് നമ്മുടെ സിനിമയാണ്. അപ്പോൾ അതും വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങളെല്ലാവരും സിനിമ ഒന്ന് കാണണം. നിങ്ങൾക്ക് ഒരിക്കലും ആ പൈസ നഷ്ടമായി എന്ന് പറയില്ല നിങ്ങൾ, എനിക്ക് ഉറപ്പാണ്. ഫാമിലിക്ക് കാണാൻ പറ്റിയൊരു നല്ല സിനിമയാണ്. അപ്പോൾ ഈ വേദി ഞാൻ പറയുകയാണ്, ഇപ്പം എന്നോട് പറഞ്ഞ പോലെ ഇനി ഇതുവഴി പോകുമ്പോഴല്ല എൻ്റെ നാട് എൻ്റെ കൂടെ ഉണ്ടാവും എന്നും. അത് ഞാൻ എപ്പോഴും അതെൻ്റെ മനസ്സിലാണ്. അത് ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒരു മാഹിയിൽ അന്നൊരു ഇനോഗ്രേഷൻ ചെയ്തതും ഈ വേദിയും എൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിക്കുന്ന, ഒരിക്കലും ഞാൻ പിറകോട്ട് പോവില്ല. ഞാൻ പലരെയും ഞാൻ മോട്ടിവേറ്റ് ചെയ്യാറുണ്ട്. എത്ര വലിയ വാക്കുകൾ കൊണ്ട് എന്നെ കീറി മുറിച്ചാലും എൻ്റെ ഉള്ളിൽ ഒരു തീ ഉണ്ട്. ആ തീ ഞാൻ കത്തിക്കും, മാക്സിമം കത്തിക്കും. ഒരു മനുഷ്യൻ ഒരു സാധാരണ, എൻ്റെ അച്ഛനൊരു സാധാരണ, ഞാൻ പറഞ്ഞില്ല പിന്നെ കഷ്ടപ്പാടും ദുരിതവും പറയുന്നില്ല, കുടിക്കാൻ വെള്ളമില്ല, ബാത്റൂം ഇല്ല. അതല്ല ഞാൻ ഇവിടെ പറഞ്ഞു, ഞാൻ മാർക്കറ്റ് ചെയ്യാൻ ഒരിക്കലും ചിന്തിക്കരുത്. എൻ്റെ അച്ഛനൊരു സാധാരണ ഡ്രൈവറാണ്. ഈ ഒരു കുടുംബത്തിലും വീട്ടിലും ജനിച്ച ഒരുത്തന്നെ എവിടെ എത്താൻ പറ്റില്ല എന്ന് പലരും പറഞ്ഞിട്ട് കരഞ്ഞ് മാനസികമായി തകർന്നിട്ട് ചത്ത് കളഞ്ഞാലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചെന്താ, എന്നെ കൊണ്ട് എൻ്റെ മാക്സിമം എത്രത്തോളം എത്താൻ പറ്റും അത്രത്തോളം ഞാൻ പോകും. ഞാൻ ഉപദ്രവിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് ദൈവമായിട്ട് പല വഴികളും കാണിച്ചിരുന്നു. അല്ലാതെ ഒരിക്കലും മുംബൈയിൽ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ എൻ്റെ സീരിയൽ കണ്ടിട്ട് ആ ദേവയെ കണ്ടപ്പോൾ എൻ്റെ പഴയ കുട്ടിക്കാലമാണ്, എൻ്റെ കഥ സിനിമയാക്കണം എന്ന് ആലോചിച്ച് എന്നെ തന്നെ തെരഞ്ഞുപിടിക്കാൻ ഒരിക്കലും വേറെ ഒരു വഴിയില്ല. അത്രയും വലിയൊരു നടനും ഇല്ല ഞാൻ. പക്ഷെ ഇന്ന് ആ സിനിമ എല്ലാവരും 2 കൈ നീട്ടി സ്വീകരിച്ചു. നിങ്ങളും കണ്ട് അല്ലെങ്കിൽ ആ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ആ സീരിയൽ നടൻ്റെ ആ അനുഭവം പറയാൻ ചിലപ്പോൾ ഞാൻ ഉണ്ടായിരുന്നു വരില്ല. താങ്ക് യു സോ മച്ച്.
Suraj, you are a real motivator. ഇപ്പം ബിജു മേനോൻ സാർ